ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മറ്റും മരിച്ചു പോയിരിക്കുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം ധ്യാനിക്കാം. അവിടെ പൗലോസ്ലീഹ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവാണ് വിധിക്കുവാനുള്ള അധികാരമുള്ളവൻ. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല. കർത്താവിൻ്റെ ആഗമനം വരെ നമ്മൾ കാത്തിരിക്കണം. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെ ഈ ഹ്രസ്വമായ ജീവിതത്തിനിടയ്ക്ക് മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ തിരുത്തുവാനും നീ സമയം കണ്ടെത്തുമ്പോൾ നീ നിന്നെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. നിന്റെ ജീവിതം എപ്രകാരമാണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാമായി തീരുന്ന ഒരു ജീവിതമാണോ നിനക്കുള്ളത്? കർത്താവ് സുവിശേഷത്തിൽ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്, ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റിയതിന് ശേഷം അവരൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ പോവുക എന്ന്. പ്രിയമുള്ള സഹോദര, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുവാനും അതിനുശേഷം അവരൻ്റെ കണ്ണിലെ കരടെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഹൃദയങ്ങൾ അറിയുന്ന കർത്താവ് നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകും. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ തിരുവചനം കേട്ട സകലരെയും അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരെയും വിധിക്കാതെ എല്ലാവരുമായി സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.